തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കലങ്ങിമറിഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. KPCC ആസ്ഥാനത്ത് MLA-മാരുമായി AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം കൂടുതൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന്. എന്താണ് പുറത്തുവരുന്ന വാർത്തകൾ? 46 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. എന്താകും AICC ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഈ മണിക്കൂറുകളിൽ കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ ചോദ്യം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അലക്സ്, തിരഞ്ഞെടുപ്പിന് മുൻപ് ദേശീയ നേതൃത്വമടക്കം വ്യക്തമാക്കിയത് MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകമായി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. കഴിഞ്ഞ തവണ MLA-മാരുടെ പിന്തുണ കൂടുതൽ തനിക്കായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് തനിക്ക് പകരം മറ്റൊരാളെ ഉയർത്തി കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് AICC നേതൃത്വം അത് താൻ അംഗീകരിച്ചു എന്നാണ്. ഇവയെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് MLA-മാരുടെ പിന്തുണ എന്നതിനപ്പുറത്തോട്ടൊരു തീരുമാനം AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത, അതുണ്ടാകണം എന്നൊരു നിലപാടാണ്. ഇപ്പോൾ ഇത്രയും അധികം MLA-മാരുടെ ഒരു വലിയ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ഉണ്ടാകുമ്പോൾ VD ക്യാമ്പിന്റെയും രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെയും തുടർ നടപടികൾ എന്താണ്? ഈ പാർലമെന്ററി പാർട്ടി യോഗം, അതായത് കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിമുള്ള VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. AICC നിരീക്ഷകർ ഇവിടെ തുടരുന്നു. ഇനി ഈ വരുന്ന മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി ഇവർ ആശയവിനിമയം നടത്തും. അതിനുശേഷം ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷം ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തും. അതിൽ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ഇവിടേക്ക് എത്തും, അവരുടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഔട്ട്കമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ MLA-മാരിൽ 2/3 ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനൊപ്പം, അതായത് 46 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്നുള്ളതാണ് ഈ നിയമസഭാ കക്ഷി യോഗത്തിന്റെ ആകത്തുക. അതിൽ 8 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തല ഉറപ്പാക്കുന്നു. 6 പേരുടെ പിന്തുണയാണ് VD സതീശൻ ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ VD സതീശൻ പക്ഷം പറയുന്നത് അദ്ദേഹത്തിന് 35 MLA-മാരുടെയെങ്കിലും പിന്തുണ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ലഭിക്കും. കാരണം ഒറ്റയ്ക്കാണ് MLA-മാരെ കണ്ടതും AICC നിരീക്ഷകരോട് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞതും എന്നുള്ളതാണ് KC വേണുഗോപാൽ പക്ഷം ഇപ്പോഴും കരുതുന്നത്. അതുമാത്രമല്ല, പൊതുവിൽ അവർക്കെല്ലാവർക്കും അറിയാം, അവരെല്ലാവരും MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വരാൻ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് രംഗം, ആ പ്രചരണം ഒന്നാകെ നയിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ആ രാഷ്ട്രീയ സാഹചര്യം അവർക്കെല്ലാം അറിയാമെന്നാണ് VD സതീശൻ പക്ഷം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് MLA-മാരെ പ്രത്യേകം കാണണം എന്ന തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയായത്. VD സതീശൻ ക്യാമ്പ് ആ തരത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത്തരത്തിൽ 35 MLA-മാരുടെ പിന്തുണ തനിക്കൊപ്പമുണ്ട്. ഒപ്പം പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട്. ഘടകകക്ഷികളുടെ ആകെ പിന്തുണ തനിക്കൊപ്പമുണ്ട് എന്നുള്ള പ്രതീക്ഷ VD സതീശൻ ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല വിഭാഗം സമാനമായി തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഏതാണ്ട് 20-25ഓളം MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ, ഈ അഭിപ്രായ സ്വരൂപണത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗവും കരുതുന്നത്. KC വേണുഗോപാലിനാകട്ടെ ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഘടകങ്ങളെല്ലാം ഹൈക്കമാൻഡ് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വ്യക്തമാണ് അലക്സ്. എന്തായാലും ഞായറാഴ്ചക്കകം തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. AICC നിരീക്ഷക സംഘം എത്തി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയുടെ ഭാഗം എന്നുള്ളത് MLA-മാരുടെ അഭിപ്രായം ആരായുക എന്നുള്ളത്. അത് കഴിയുമ്പോൾ KC-ക്കാണ് മുൻതൂക്കം. പക്ഷെ അത് മാത്രമായിരിക്കില്ല ഘടകം. നേരത്തെയും ഹൈക്കമാൻഡ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമ്പോൾ പരിഗണിച്ചിരുന്ന പാരാമീറ്റേഴ്സ് പലതുണ്ട്. അവസാന തീരുമാനം ഹൈക്കമാൻഡിലായിരിക്കും. ആ സർപ്രൈസ് മാജിക് പേര് ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉദ്വേഗത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.